ഗൗരിയെ കാണാനായിട്ട് ശങ്കർ ശരവണൻ എന്ന പേരില് ജയിലിനുള്ളിലേക്ക് പോകുന്നു. ഈ സമയത്ത് ഗൗരി കാണാനായിട്ട് രുദ്രാക്ഷം നിലത്തിടുന്നുണ്ട്, അതുപോലെ വേലും വരച്ചു വെക്കുന്നുണ്ട്. അങ്ങനെ ഗൗരി ശങ്കറിനെ കാണുന്നു, ശങ്കറിനെ ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നു, ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നാ ഇതൊക്കെ വെറും ഒരു സ്വപ്നമായിരിക്കും. ശങ്കർ കാണുന്ന വെറും ഒരു സ്വപ്നം. ഇത് വേറൊരു സ്വപ്നമാണെന്ന് ശങ്കർ അറിയുന്ന സമയത്ത് പറയുന്നുണ്ട്. എന്തായാലും എൻ്റെ ക്ടാവ് വരുമ്പോ ഇതൊക്കെ തന്നെയാ പറയാൻ പോകുന്നത്. എൻ്റെ വടക്കുനാഥ, എന്താ നിങ്ങൾ എന്നെ എങ്ങനെ പരീക്ഷിക്കുന്നേ? എന്തായാലും എൻ്റെ ക്ടാവ് വരട്ടെ എന്നൊക്കെ പറഞ്ഞ് കാത്തു നിൽക്കുമായിരിക്കും ശങ്കർ. ഗൗരി രുദ്രാക്ഷം പിടിച്ച് ആലോചിക്കുന്നുണ്ട്. ഇതെന്റെ ശങ്കറിന്റെ തന്നെയാ? ഇതിപ്പോ എങ്ങനെയാ ഇവിടെ വന്നത്? ആ വേല് എനിക്കുള്ള സൂചനയായിരിക്കോ എന്നൊക്കെ ഗൗരി ചിന്തിക്കുകയാണ്. അങ്ങനെ ഗൗരി ശങ്കറാണോ എന്ന് നോക്കാനായിട്ട് അങ്ങ് പോവാണ്. ഈ സമയത്തായിരിക്കും എല്ലാവരും മുറ്റത്തോട്ട് നോക്കി നിൽക്കുന്നത്. അങ്ങനെ പൂജ ഇങ്ങനെ പുറകിൽ തന്നെ ഉണ്ടായിരിക്കും. പൂജ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഇന്ന് എന്തായാലും നിന്നെയും നിന്റെ ശങ്കറിനെയും കൈയോടെ പിടിക്കാൻ കിട്ടുന്ന ഒരവസരം തന്നെയായിരിക്കും എന്നും പറഞ്ഞ് പൂജയും ഗൗരിയുടെ പുറകെ വരുന്നുണ്ട്. ജയിലിലുള്ളവര് എല്ലാവരും മുറ്റത്തോട്ട് നോക്കി നിൽക്കുന്നത് കാണുമ്പോൾ ഗൗരിയും നോക്കുന്നുണ്ട്. അങ്ങനെ ഗൗരി ചോദിക്കുന്നുണ്ട്, എന്താ ചേച്ചി, എന്താ കാര്യമെന്ന്. അത് ജോലിക്കായിട്ട് വന്ന ആർക്കോ ഷോക്ക് ഏറ്റതാണെന്ന് പറയുന്നു. അങ്ങനെ നമ്മുടെ ശങ്കറിനായിരിക്കും ഷോക്ക് ഏറ്റിട്ടുണ്ടായിരിക്കാം. അങ്ങനെ പാവം അവനെ എടുത്ത് അങ്ങ് പോകുന്നുണ്ട്. എന്നാൽ ഗൗരി ഇതൊന്നും അറിയുന്നുണ്ടായിരിക്കില്ല. എന്നാൽ ഗൗരിക്ക് എന്തൊക്കെയോ സങ്കടങ്ങൾ തോന്നുന്നുണ്ട്. ഈ രുദ്രാക്ഷം എൻ്റെ ശങ്കറിൻ്റെ തന്നെയാ, എന്നിട്ട് ശങ്കറിനെ എനിക്ക് കാണാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെ ആലോചിച്ച് വിഷമിച്ചിരിക്കുകയായിരിക്കും. ഈ സമയത്ത് പ്രീതി വരുന്നുണ്ട്. പ്രീതി അവിടെ ജയിൽ പുള്ളിയായിരിക്കും. കള്ളനോട്ട് എന്തോ ആലോചിച്ചിരിക്കുക, ജയിലിൽ ചാടാനുള്ള വല്ല പ്ലാനും ആയിരിക്കും എന്ന് പ്രീതി പറയുന്നുണ്ട്. എന്നാ ഇത് കേട്ട് നമ്മുടെ ഗൗരി എഴുന്നേറ്റ് പറയുന്നുണ്ട്, നീ എന്നെ അതും ഇതും പറയാൻ നിൽക്കരുത്. പിന്നെ നിന്റെ പോലൊരു സ്ത്രീയല്ല ഞാൻ. എന്നെ കള്ളനോട്ട് തന്നും നീ ഇനി വിളിക്കരുത്. നിന്റെ ഇത്തിരില്ലാത്ത കുഞ്ഞിനെ കഴുത്ത് നെരിച്ച് കൊന്നിട്ടാ നീ ഇവിടെ വന്ന് കിടക്കുന്നത്. ഇനി നീ എൻ്റെ അടുത്ത് സംസാരിക്കാൻ നിൽക്കരുത് എന്നും പറഞ്ഞ് ഗൗരി അങ്ങ് പോകുന്നുണ്ട്. അങ്ങനെ പിന്നീട് ഗൗരിയോട് അവിടെയുള്ള ഒരു ചേച്ചി പറയുന്നുണ്ട്, മോളെ, ഞാൻ എന്തായാലും അന്വേഷിച്ചു. നിന്റെ ശങ്കറിന് ഒരു കുഴപ്പമില്ല. ഷോക്കേറ്റത് ഏതോ തമിഴനാ, എന്തോ ശരവണനോ എന്തോ ആണ് പേര്. എന്തായാലും ശങ്കറിനൊരു കുഴപ്പമില്ലേ എന്ന് ആ ചേച്ചി പറയുന്നുണ്ട്. ഇത് കേട്ട് നമ്മുടെ ഗൗരി പ്രാർത്ഥിക്കുന്നുണ്ട്, എൻ്റെ വടക്കുനാഥ, എന്തായാലും എൻ്റെ ശങ്കറിനൊരു കുഴപ്പമില്ലല്ലോ, അതാ എനിക്ക് സമാധാനം എന്ന് ഗൗരി പറയുന്നുണ്ട്. എന്നാ പിന്നീട് കാണിക്കുന്നത് സുരേന്ദ്രൻ ഡോക്ടറുമായിട്ട് സംസാരിക്കുന്നതാണ്. ഡോക്ടർ പറയുന്നുണ്ട്, ശരവണൻ നിങ്ങളുടെ ആരാ? അത് എൻ്റെ അളിയൻ്റെ ജോലിക്കാരനാ. ഞാനാണിപ്പോൾ അയാളെ വെച്ച് ജോലി ചെയ്യിക്കുന്നത്. അയാളെ പേരെന്താ? ശരവണൻ. അയാൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ഡോക്ടറോട് ചോദിക്കുന്നുണ്ട്. അയാൾക്ക് ശരീരത്തിന് കുഴപ്പമൊന്നുമില്ല, എന്നാ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ശരിക്കും എന്താ സംഭവിച്ചത്? ഞങ്ങള് വയറിംഗ് ജോലിക്കാരാണ്. ഫ്യൂസ് ഊരി വെച്ചതിന് ശേഷേ ഞങ്ങൾ പണിയെടുക്കാറുള്ളൂ. ഇന്നും അങ്ങനെ തന്നെയാണ് ചെയ്തത്. ശരവണൻ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിൽ ആരോ പോയി ഫ്യൂസ് കുത്തി, അങ്ങനെയാ ഷോക്ക് ഏറ്റത്. എന്തായാലും ഹൈ വോൾട്ടേജാ തട്ടിയിരിക്കുന്നത്. ഭാഗ്യം കൊണ്ടാ രക്ഷപ്പെട്ടത്. ഇങ്ങനെയൊക്കെ ആവുന്ന സമയത്ത് എല്ലാവരും ജീവനോട് തിരിച്ചു വരാറില്ല. ഇതിപ്പോ എന്തോ ഒരു ഭാഗ്യം. ഡോക്ടറെ, ശരവണന് കുഴപ്പമൊന്നുമില്ലല്ലോ? അയാൾക്ക് കുഴപ്പമില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇനി നിങ്ങൾ തന്നെ ഒന്ന് പോയി സംസാരിക്കുക, അപ്പം മനസ്സിലാവും എന്താ കാര്യമെന്ന്. അങ്ങനെ സുരേന്ദ്രൻ ശങ്കറിൻ്റെ അടുത്ത് പോയി സംസാരിക്കുന്നുണ്ട്. ശരവണ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ശരവണനോ? ആരാ ശരവണൻ? നിന്റെ പേരാ ശരവണൻ? എൻ്റെ പേര് ശരവണൻ എന്നാണോ? ആ, നിന്റെ പേര് ശരവണൻ, എൻ്റെ പേര് സുരേന്ദ്രൻ. അല്ല, നിന്റെ വീട്ടിലെ വിവരം പറയണ്ടേ? വീട് എവിടെയാ നിന്റെ? എന്നാ ഞാൻ വിളിച്ച് വിവരം പറയാം. ഫോൺ നമ്പർ ഉണ്ടോ? എൻ്റെ വീട് എനിക്ക്... അപ്പോഴേക്കും ഡോക്ടർ വരുന്നുണ്ട്. അങ്ങനെ ഡോക്ടർ പറയുന്നുണ്ട്, അയാൾക്ക് പൂർണ്ണമായിട്ടും ഓർമ്മ നഷ്ടപ്പെട്ടിരിക്കുക. പെട്ടെന്ന് ചികിത്സിച്ചാൽ തിരികെ കിട്ടാവുന്നതേ ഉള്ളൂ. എന്നാൽ പെട്ടെന്ന് തന്നെ ചികിത്സിച്ചോ. ഇത് വെറും ചെറിയ ഹോസ്പിറ്റലാ. നിങ്ങൾ നല്ല ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇയാളുടെ ഓർമ്മ തിരിച്ചു കിട്ടും. ഡോക്ടറെ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഇതെൻ്റെ അളിയൻ്റെ ജോലിക്കാരനാ. ഞാനെന്തായാലും അളിയനെ വിളിക്കട്ടെ. ഡോക്ടർ ഡിസ്ചാർജ് ചെയ്തിക്കോ എന്ന് സുരേന്ദ്രൻ പറയുന്നുണ്ട്. അങ്ങനെ അളിയനെ വിളിക്കുന്ന സമയത്ത് അയാൾ കണ്ണുചോരയില്ലാത്ത രീതിയിലാണ് സംസാരിക്കുന്നത്. എങ്ങോട്ടെങ്കിലും കയറ്റി വിടാനൊക്കെയാണ് പറയുന്നത്. അതേപോലെ തന്നെയാണ് സുരേന്ദ്രൻ ചെയ്യുന്നത്. സുരേന്ദ്രൻ അങ്ങനെ ശരവണൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എടാ, നീ എന്നോട് ക്ഷമിക്കണം. നിന്നോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണെന്നറിയാം. അല്ലാതെ എനിക്ക് വേറൊരു മാർഗവുമില്ല. അല്ല, എൻ്റെ പേരെന്താ? ശരവണൻ. ശരവണൻ ശരവണൻ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയായിരിക്കും ശങ്കർ. അത്ര പോലും ഓർമ്മയുണ്ടായിരിക്കില്ല. അങ്ങനെ ഈ സുരേന്ദ്രൻ ഒരു ലോറിയിൽ തമിഴ്നാട്ടിലോട്ട് കയറ്റി അയക്കുകയാണ് നമ്മുടെ ശങ്കറിനെ. എന്നാൽ ശങ്കറിൻ്റെ അടുത്ത് പറയുന്നത്, നിന്റെ വീടൊക്കെ തമിഴ്നാടാണ്, ഇയാള് നിന്നെ അവിടെ കൊണ്ടുപോയി ആക്കും എന്നാണ് പറയുന്നത്.
എന്നാ ശങ്കർ ആദ്യം പറയുന്നുണ്ട്, നിങ്ങൾ എന്തിനാ എന്നെ ഇവിടുന്ന് അങ്ങോട്ട് കയറ്റി വിടുന്നത്, അതൊന്നും വേണ്ട എന്നൊക്കെ ശങ്കർ പറയുന്നു. പക്ഷേ ഇയാൾ പറഞ്ഞ് നിർബന്ധിപ്പിച്ച് ശങ്കറിനെ ആ ലോറിയിൽ കയറ്റി വിടുന്നുണ്ട്. എന്നാൽ ഗൗരിക്ക് ചെറുതായൊരു വയറുവേദന. അങ്ങനെ പോലീസുകാർ ഡോക്ടറെയൊക്കെ വിളിക്കുന്നുണ്ട്. മാഡം, എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല, അത് പറഞ്ഞാൽ പറ്റില്ല. ഈ സമയത്ത് ചെറിയ വയറുവേദനയൊക്കെ ഉണ്ടാവും, പക്ഷേ അത് കാര്യമായിട്ട് എടുക്കണം തന്നെയാണ് ഞാൻ പറയുന്നത്. എന്തായാലും ഗൗരിയെ ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോട്ടെ എന്ന് പൂജ ചോദിക്കുകയാണ്. എന്നാൽ ആ പോലീസ് ഓഫീസർ പറയുന്നുണ്ട്, വേണ്ട, അവൾ ഇവിടെ ഇരിക്കട്ടെ, ഡോക്ടർ വരുന്നവരെ ഇവിടെ ഇരുന്നാൽ മതിയെന്ന് ആ പോലീസുകാരി പറയുന്നുണ്ട്. മാഡത്തിന് എന്നെ ശരിക്കും സഹായിക്കാൻ താല്പര്യമുണ്ടോ? അതെന്താ അങ്ങനെ ചോദിച്ചേ? ഇവിടുത്തെ എല്ലാവരെയും സഹായിക്കണമെന്ന് എനിക്കുണ്ട്, പക്ഷേ അതിന് സാധിക്കില്ലല്ലോ. അതല്ല പറഞ്ഞേ, എനിക്ക് എൻ്റെ ഹസ്ബൻഡിനോടൊന്ന് സംസാരിക്കണമെന്നുണ്ടായിരുന്നു. മാഡം, ആ ഫോണൊന്ന് തരുമോ? അങ്ങനെ പോലീസുകാരി ആ ഫോൺ കൊടുക്കുന്നുണ്ട്. ശങ്കറിൻ്റെ നമ്പറിലോട്ട് വിളിക്കുമ്പോൾ റൂമിൽ ഫോൺ റിങ് ചെയ്യുന്നുണ്ടായിരിക്കും. ഈ സമയത്ത് സുരേന്ദ്രൻ അവൻ്റെ ഡ്രസ്സൊക്കെ എടുത്ത് മാറ്റാനായിട്ട് റൂമിലോട്ട് വരുന്നുണ്ട്. ബാഗൊന്നും കാണുന്നില്ലല്ലോ. ശരവണൻ്റെ ഫോണല്ല അടിക്കുന്നത്. അയ്യോ, അബദ്ധം പറ്റിയോ? ഫോൺ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവരുടെ ബന്ധുക്കളെയൊക്കെ വിളിച്ച് വിവരം പറഞ്ഞാൽ മതിയായിരുന്നു. ഇതിപ്പോൾ അവനെ ഞാൻ തമിഴ്നാട്ടിലോട്ട് കയറ്റി വിട്ടല്ലോ. അങ്ങനെ പെട്ടെന്ന് തന്നെ ഫോൺ അങ്ങ് സ്വിച്ച് ഓഫ് ചെയ്യാണ്. പിന്നീട് ഗൗരി ഒരുപാട് വട്ടം വിളിക്കുമ്പോഴും സ്വിച്ച് ഓഫ് ആണെന്നാണ് പറയുന്നത്. എന്താ ഗൗരി? അത് ശങ്കറിൻ്റെ ഫോൺ ഇപ്പോൾ സ്വിച്ച് ഓഫാ. 1-2 വട്ടം റിങ് ചെയ്തു, പിന്നെ ഇപ്പോൾ സ്വിച്ച് ഓഫ് ആണെന്നാണ് കാണിക്കുന്നത്. നിന്റെ ഭർത്താവ് എന്തായാലും ഫോണ് ഓഫ് ചെയ്ത് വെക്കില്ല, അതിൻ്റെ ആവശ്യമില്ലല്ലോ. മാഡം, ശങ്കറിന് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് എനിക്കൊരു തോന്നൽ എന്നും പറഞ്ഞ് ഗൗരി സങ്കടത്തിലിരിക്കുമായിരിക്കും. അവിടെ വെച്ച് എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.